ഡേ അറുമുഖ, നീ തേങ്ങ എന്റെ നെഞ്ചത്തൂടെ വെട്ടിയിണ്ണ. അണ്ണാ തലയിൽ വെട്ടിയിടാനാണ് നോക്കിയത്, അതാണ് നെഞ്ചത്തായത്. അടുത്ത വെട്ടില് കറക്റ്റ് ആയിട്ട് ഇടാം. ഇവ അറുമുഖനല്ല, അറുപ്പഴ നിക്കറൂടൂല. അണ്ണ രാവിലെ എന്തോന്ന് കഴിക്കാൻ? നല്ല പുട്ടും പയറും പപ്പടവും. എങ്കിൽ കഴിക്കാം. ആ ഞാൻ രാവിലെ കഴിച്ചത് തന്നെ. നീ ഇരുന്ന് വെട്ട്. വാ വാ കരിക്കൊട്ടിലടാ, കരിക്കൊട്ടി കുടിക്കണടാ. കല്ലങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അറുമുഖ ഒരു 5-6 ഓല വെട്ടിയിടേ ചൂലിന്. ഒരു ചൂല് എന്റെ മൂട്ടി നിക്കല്ലേ ചേച്ചി, അതിനെടുത്ത് തറ തൂക്കി. രണ്ടും കൊട്ടത്തേങ്ങ. ഈ അറുമുഖന്റെ കാര്യം സത്യമേ പറയൂ. എടാ നീ തെങ്ങി കയറാൻ വന്നവനല്ലേ, അല്ലാതെ എന്റെ നെഞ്ചത്ത് കയറാൻ വന്നവനല്ലേ. അറുമുഖനൊരു തളപ്പ് മതി എണ്ണ, എവിടെയും കേറും. ആ എന്നാ ഇത് കഴിഞ്ഞിട്ടെ നീ ആ വാഴയിലൊന്ന് കയറണേ. അണ്ണാ ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്ക് തെങ്ങിലേ കയറാൻ അറിയാവൂ. പക്ഷെ ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്, നീ കയറിയിട്ട് പോയാ മതി. മാമ ഒരു 5-6 കരിക്കൂടെ വെട്ടിയിടിയേ. പോടാ അവിടെ നിന്ന്. ഒരു മൂട്ടിൽ 5-6 തേങ്ങ കൊണ്ട് ഇനി അതിന്റെ കൂടെ കരിക്കൂടെ വെട്ടിയിടാനെന്ന്. എന്തൊരെണ്ണ ഇത്, പിള്ളേരെന്തെങ്കിലും പറഞ്ഞ് നടത്തി കൊടുക്കണം. ഓ മക്കളെ, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ അറുമുഖം മാമൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓ മാമ എനിക്കൊരു RC കാറ്, എനിക്കൊരു J4. എന്താടാ ഒന്നും പറയണില്ലേ? നിന്റെ തൊള്ളയിലെ തേങ്ങയുടെ ചിരട്ട കുരുങ്ങിയിരിക്കണ, തുപ്പിട്ട് പറയടാ. അടുത്ത തെങ്ങി കേറട്ടാ. നീ എവിടെ ഇരുന്നോണ്ട് പറന്നപ്പുറത്ത് തെങ്ങി പോടാ. അച്ഛ കരിക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്, നല്ല വീഡിയോസ് ആണ് അവര്, ഇരുന്ന് കണ്ടോ. അതല്ല കുടിക്കാൻ. കഴിഞ്ഞ നല്ല പച്ചവെള്ളം കിടപ്പുണ്ട്, കോരി കുടിച്ചോ. ഇതാ ചായ. ആ അറുമുഖ ചായ കുടിക്കാനല്ലേ, അപ്പൊ ചായയുടെ പൈസ കുറച്ച് കൂലി തന്നാ മതിയല്ല. എനിക്ക് ചായ വേണ്ട ചേച്ചി. ഇങ്ങനെ കാര്യം. എന്നാ പിന്നെ പുട്ടും പയറും പപ്പടം എടുക്കട്ടാ. ഓ എന്ത് ഹോട്ടലിൽ ഒരു കുറ്റി പുട്ടിന് 50-60 എന്നാ? ഓ ഭയങ്കര വില തന്നെ. പിന്നെ പയറിനൊക്കെ 1 കിലോ 10-200 രൂപയൊക്കെ വരും. പപ്പടം പിന്നെ പൊരിച്ചെടുക്കാൻ വെളിച്ചെണ്ണ വേണ്ടേ? വെളിച്ചെണ്ണ ചുമ്മാ കിട്ടോ? ഇയാൾ എന്തൊരു ഡിഗ്രി ക്രിമിനലിന്റെ ഹോട്ടലാ, ഓരോന്നിനും സെപ്പറേറ്റ് പൈസ. വേണ്ട ചേച്ചി, ഞാൻ വീട്ടിൽ ചെന്ന് പഴങ്കഞ്ഞി കുടിച്ചോളാം. ആ അപ്പൊ കൂലി എത്രയായി? അണ്ണാ 3-ന് 100. ഞാൻ നിന്റെ മോന്റെ റേറ്റല്ല ചോദിച്ചത്, അതിന് ഇത്ര പോലും കിട്ടൂല. അണ്ണാ പഴയതുപോലെയൊന്നും അല്ല. അത് ശരി, നീ തെങ്ങിക്കയറിയത് തിളപ്പും ഏണിയും വെച്ചല്ലേ, അല്ലാതെ നാസിട്ട റോക്കറ്റ് വഴിയില്ലല്ലേ. അണ്ണാ ഇത്രയും ഉയരത്തിലൊക്കെ കേറിയതല്ലേ. അത് ശരി, അടുത്ത പ്രാവശ്യം തൊട്ടേ ഞാൻ തെങ്ങ് തല കീഴായി വെക്കാം, അപ്പൊ നിനക്ക് പറിച്ചെടുക്കാല്ല, ഇങ്ങനെ കേറണ്ട. നിങ്ങൾ എന്തിനാന്ന് വെച്ചാ തരി. ഒരു മൂടിന് റേറ്റ് 50 രൂപ. ആ 10 മൂടുള്ള പൈസ വെച്ചോ. അല്ല ഇതെന്തോന്നു? 10 തേങ്ങ. ഏത് വീട്ടിൽ പോയാലും പ്രോത്സാഹന സമ്മാനമായിട്ട് 10 തേങ്ങ അവര് തരും, അല്ലെങ്കിൽ ഞാൻ എടുക്കും. ഓ ഈ വീട്ടിലുള്ളവർ മറ്റാരെയും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇടാ തേങ്ങ. അണ്ണാ വീട്ടില് വങ്കട വാങ്ങിച്ചു വെച്ചേക്കാണ്, തേങ്ങ കൊണ്ടുപോയാലേ വറുത്തരച്ച കറി കിട്ടുള്ളു. ഓ എന്നാ പിന്നെ നീ പോയിട്ട് ആ വങ്കട എടുത്തോണ്ട് വാ, എന്നിട്ട് ഈ തേങ്ങ കൊണ്ടുവയ്ക്കോ. എനിക്ക് വേണ്ട നിങ്ങൾ തേങ്ങ. നിങ്ങളത്തെ ദൈവം ചോദിക്കുമെന്നായിരിക്കും. അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വന്ന് ചോദിക്കും. ഓ ആയിക്കോട്ടെ. എടാ അത് ഇവിടുത്തെ വെട്ടോ വെച്ചിട്ട് പോടാ, വെച്ചിട്ട് പോടാ. നിങ്ങൾ എന്തിനാണ് അവനടുത്ത് ഇങ്ങനെ കാണിക്കണത്? ഒരു 2 തേങ്ങ കൊടുത്തൂടെ? ജലജെ, എൻ്റെ ഒന്നാമത് നയാ പൈസ ഇല്ല. ഈ തേങ്ങ കൂടെ എടുത്തു തന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് പോയി തേങ്ങയ്ക്ക് വേണ്ടി ഇരക്കണം. ഇന്ത്യയിലാണെങ്കിൽ പൈസ ഇല്ല എന്ന് പറയും, കുറച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആക്കി വിണ്ണത്. ഒരു കാര്യം ചെയ്യും, അടുത്ത വീട്ടിന് വരുമ്പോൾ അവന് 10 അല്ല 20 തേങ്ങ കൊടുക്കാം, പോരെ? ആ അത് മതി. മക്കളെ ഒരു ലോട്ടറി ഇടറാ. എന്റെ അമ്മാമേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്റെ പൈസ ഇല്ല, കയ്യിലുള്ള പൈസ എല്ലാം തീർന്ന്. ഒരു ലോട്ടറിക്ക് 100 രൂപയല്ലേ ആവൂ? ഈ 100 ഞാൻ ഇവിടെ നോപ്പിക്കാൻ. മക്കൾ ഒരു കാര്യം ചെയ്യും, 100 രൂപയ്ക്ക് ലോട്ടറി ഇട്. ലോട്ടറി അടിക്കുമ്പോ 100 രൂപ തിരിച്ചു കിട്ടും, അപ്പൊ 100 രൂപ ആയില്ലേ? നിങ്ങളെന്ന് ഞാൻ എല്ലാ ദിവസവും ലോട്ടറി എടുക്കണമല്ലേ, എന്നിട്ടാണ് ഈ നട്ടുച്ചയ്ക്ക് വന്ന് നട്ടപ്രാന്ത് പറയണത്. ശരീരം തളരാണ്. എങ്കിൽ അമ്മാമ വൈകുന്നേരം വരാം. വൈകുന്നേരം വന്നിട്ട് എന്റെ പൈസ ഇല്ലാന്ന്. എങ്കിൽ രാത്രി വരാം. രാത്രി വരാമേ. പൈസ ഇല്ലാതിരിക്കുമ്പോ എടി നിങ്ങൾ പോയിട്ട് എപ്പോ വരും? ഒരു പിടിയില്ല. പെട്ടെന്നല്ലേ മാധവമാമന്റെ ചേട്ടൻ മഹാദേവന് വയ്യാതെന്ന് വിളിച്ച് പറയണത്. 2-3 ദിവസമാണ് വന്നിട്ട് വരാനി. അല്ല യോമാരെന്തിനു കൊണ്ടുപോണ? അച്ഛ ഈ മാമന്റെ വീട്ടിന്റെ അടുത്തേ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കാണാൻ പോണ. നിങ്ങൾ പറഞ്ഞില്ലേ? കുട്ടിച്ചാൽ വെള്ളച്ചാട്ടം ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതല്ല, മാമനെ കാണാൻ പറഞ്ഞില്ലേ എന്ന്. ഓ ഞാനില്ല, അങ്ങേർക്ക് എന്നെ കാണുമ്പോ തുടങ്ങും ഓരോ സൂക്കേട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതും പൊക്കി പിടിച്ചോണ്ടിരുന്ന എന്തൊരു കഴിഞ്ഞെന്നാണ് നീ പറയണത്? ഒന്നും കഴിഞ്ഞില്ല.
നിനക്ക് ആ തോപ്പുപടിയുള്ള 50 സെന്റ് അങ്ങനെ എഴുതി തരാന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം കൊണ്ട് അങ്ങനെ കാല് മാറി. അത് കിട്ടിയിരുന്ന ഞാൻ എവിടെ നിൽക്കാറില്ല, എന്റെ 2 പിള്ളേരെ എവിടെ നിൽക്കാറില്ല. ഇപ്പൊ എന്താ ഈ ഏറാമൂലയിൽ നിൽക്കും. തന്നെ എങ്കിൽ വെള്ളച്ചാട്ടം മാത്രമല്ല അതുവഴി വണ്ടർലയിലും പോയിട്ട് നമ്മൾ വരണോള്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വേണ്ട. പിന്നെ ഉച്ചയ്ക്കുള്ള ആഹാരം ഞാൻ എടുത്ത് കഴിച്ചോളാം. എടുത്ത് കഴിക്കാൻ അവിടെ ഒന്നുമില്ല, ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല അടുക്കളയിൽ. പുറത്തുനിന്ന് വല്ല വാച്ച് കഴിക്കും. മാധവത്തി കാണൂലേ? എന്ത് ചോദ്യമാണത്? എപ്പോഴേ എത്തിക്കാണും തീറ്റയും തുടങ്ങി കാണും. ഉള്ളത് പറയാല്ല, മഹാദേവന് അസുഖം കൂടാൻ കാരണം മാധവൻ എന്നാണ് പറയണത്. അതെങ്ങനെ? ഈ മഹാദേവന് കൊടുക്കാൻ വെച്ചിരുന്ന മരുന്നെല്ലാം കൂടെ ചേർത്ത് ഷാർജ ഷേക്ക് അടിച്ചു കൂടിയായിരുന്നു മാധവന്റെ പണി. മാത്രമല്ല, മഹാദേവനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞുവിടാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് മാധവനാണ്. എന്തിനി? 16 മൂക്കുമുട്ട് ചോറഴിക്കാല്ല. ചുമ്മാതിരി മനുഷ്യ അനാവശ്യം പറയാതെ ആടെ ഉള്ളത് നമുക്ക് ഇറങ്ങാം. പോട്ടെ, വാ വാ. അപ്പൊ ശരി അച്ഛാ, ബൈ. അച്ഛാ പിന്നെ നമ്മള് വണ്ടി എടുത്തോട്ടാ, കാറ്. എന്തിന്? എടാ, കാറും കൊണ്ട് പോയ ആ മാധവ ഇത് വിറ്റ് തിന്നളായി. പോയിന്റ്. വണ്ടി വിറ്റ് കഴിക്കാന്നുമില്ല, ചിലപ്പോ പെട്രോൾ ജ്യൂസ് എന്ന് കരുതി കുടിച്ചളായി. എന്നാലും വേണ്ട, ശരിയെന്നാ. ശരിയും തന്നെ. തേനെന്നും പറയണു എഞ്ചിനൊരിടത്ത് കമത്തിയവനാണ്. അവന്റെ ശരീരം എന്തുകൊണ്ട് നിർമ്മിതമാണ്? മക്കളും ഭാര്യയില്ലാത്ത വീട് എനിക്ക് സ്വർഗം തന്നെ. എന്തൊരു സമാധാനം, ഒരലമ്പവും ഇല്ല. എൻ്റെ ഒരു പാട്ട് കേട്ടാല? സ്പീക്കർ. Welcome to MC Music World. Bluetooth mode. Connected. അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗിനി ചത്ത. ആ ചാർജ് കയറുന്നു. ആ ഫ്ലോയിൽ അങ്ങ് പോയി. ഹലോ, പറയടാ സുഖു. അണ്ണാ, അറുമുഖം പടമായി. ആഹാ, നല്ല കാര്യം. ഏത് ഡയറക്ടറിന്റെ പടവടാ? മണിരത്നത്തിന്റെ? അതല്ല അണ്ണാ, അവൻ മരിച്ചെന്ന്. ഓ, ഉച്ചയ്ക്ക് സുധച്ചേച്ചിയുടെ പറമ്പിലെ അടയ്ക്ക പറിക്കാൻ കമുകി കയറിയതാണ്. താഴെ ഇറങ്ങാതെ ആ കമുക് വളച്ച് അടുത്ത കമുകി ചാടാൻ നോക്കി. എന്നിട്ട് വളഞ്ഞ? വളഞ്ഞ കമുക് അവന്റെ നെറുകൻ തലയിൽ തന്നെ വന്ന് അടിച്ച് പടമായി. ബോഡി നാളെ രാവിലെ കൊണ്ടുവരും. പിന്നെ ശരിയടാ, ഞാൻ നാളെ അങ്ങോട്ട് വരാം. ശിഷ്, മനുഷ്യന്റെ കാര്യം എത്രയേ ഉള്ളൂ. രാവിലെ അവ 2 തേങ്ങ ചോദിച്ചതാണ്, കൊടുക്കാനും പറ്റിയില്ല. പെട്ടെന്നൊരു നെഞ്ചരിച്ചില്. ഡിഗ്രി പൂച്ചേ, ഇപ്പൊ എൻ്റെ വാങ്ങിക്കും. എത്ര കൊടുത്താലും അതിന് വയറ് വീക്കായില്ല. ഇറങ്ങി പൊക്കോളണം. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കസേരയിൽ തട്ടി. ആ കള്ളപ്പണി ബാബു ഈ വീട്ടിൽ ചെയ്ത ചില പ്ലംബിംഗ് പണി കണ്ടില്ലേ? ആവശ്യത്തിന് ഓണാക്കിയ പൈപ്പ് ഓണാവൂല, അല്ലെങ്കിൽ അങ്ങ് ഓണായിക്കോളും. പിന്നെ പറഞ്ഞാതിയല്ല പാട്ടി. എങ്കിലും പൂച്ചേ, നിന്നോട് ഞാൻ പറഞ്ഞാൽ ഇറങ്ങി പോവാൻ. വന്ന് ഫ്രിഡ്ജിലായപ്പോ അവന്റെ കളി. ഒന്ന് കാണിച്ചു തരാം. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എവിടെയാ നീ? ഇതെങ്ങനെ സംഭവം? കൈ ഇങ്ങനെ ആക്കിയപ്പം അകത്തേറിപ്പോയി. എനിക്ക് വല്ല സൂപ്പർ പവറും കിട്ടിയ? അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗി. ചാർജ് തീർന്ന് ഓഫായ സ്പീക്കറിൽ നിന്ന് എങ്ങനെ പാട്ട് കേൾക്കണം? എന്റെ പാട്ട് കേട്ട് എനിക്ക് എന്നെ പേടിയാവണം. അനുരാഗി ഇതായൻ
തോന്നിയതായിരിക്കും അല്ലേ? തോന്നിയത് തന്നെ. അവിടെ ആരാ ആസ്മ പേഷ്യന്റ്? ഇതിപ്പോ ജനറൽ ഹോസ്പിറ്റലിലെ വാർഡ് കണക്കായല്ല, മുകളിലത്തെ നിലയിലാണെന്ന് തോന്നുന്നു. ആരാ അത്? വലിവ് കൂടുതലാണെങ്കിൽ ആരാണെങ്കിലും താഴെ ഇറങ്ങി വരാം. ഇവിടെ നെബുലൈസർ ഇരിപ്പുണ്ട്, വലിവിന് നല്ലതാണ്. ലൈറ്റിലധികം കളി വേണ്ട, മാസം 2000 രൂപയാണ് കറണ്ട് ബില്ല്. ചിലത് ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒറ്റ നില വീട് മതി, ഒറ്റ നില വീട് മതി. പറഞ്ഞാ കേക്കൂല മൂദേവി. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചട്ടിപ്പോ വീണ്ടും കിടന്നാലാണ്. ആരാ അത്? ആരാ? എന്തിരിങ്ങനെ ഇടന്ന് പൊങ്ങണ? രണ്ടെണ്ണം അടിക്കാത്തോണ്ട് കയ്യും മറയ്ക്കണം. ദൈവമേ കാത്തോളെ, ഈശവോ ഇനി ഞാൻ കടിച്ചരാം. അതിനെന്നെ കയ്യിൽ കിട്ടിട്ട് നോക്കിക്കോ. ആരായാലും കൊള്ളാം, വീട്ടിൻ്റെ അകത്ത് ചോദിച്ചിട്ട് കയറണ്ടേ? ചോദിക്കാതെ കയറണത് തന്തയില്ലായ്മയല്ലേ? വെറുതെയാണ് ആ വലിവ് കയറണത്. ഞാൻ കഴിവാത്ത ബെഡ്ഷീറ്റാണ്. ആവി പിടിച്ചത് മതി, താഴെ പോവാ. ഇത്തു മഹേഷേ, നീയൊക്കെ തന്നെയാണ് അതിനെ പേടിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണം. ഇത്രയും നീളമില്ലായിരുന്നല്ലേ എൻ്റെ ബെഡ്ഷീറ്റിന്? വലിച്ച് കറണ്ട് പോയി. ഈ രഘുവിന് ഇരുട്ട് പേടിയില്ല, വെറുതെ പറയണതല്ല. ആരാണെങ്കിലും നമുക്ക് വെളിച്ചത്ത് ഇരുന്ന് പെടുത്ത് കിടന്ന് സംസാരിക്കാം. യമസഞ്ചി എവിടെ? യമസഞ്ചി എവിടെ? ആ കുട്ടി ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല, ഇവിടെ. രഘു കരയല്ലേ, നീ കരഞ്ഞ നാട്ടുകാരറിഞ്ഞ നിന്റെ വില പോവും. ഈശ്വരാ, തോന്നിയതാ രഘുവിനില്ല, തോന്നിയതാ തോന്നല, എന്റെ രഘുവിന്റെ തോന്നല. കറണ്ടില്ലാത്ത നേരത്ത് TV ഓണായി. ഞാൻ അറിയാതെ ആരുടെ സോളാർ വെച്ചത്? ആരാ ഈ നേരത്തെ മരം ഓഞ്ഞ വീഡിയോ ഇരുന്ന് കാണുന്ന? ആരാണ് TV കാണുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഡോറാബുജി ഫാഷൻ TV സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇരുന്ന് കണ്ടിട്ട് പോടാം കേട്ടാ. ഇപ്പൊ ഇറങ്ങിയ ഒരു സിനിമയിൽ അവൻ താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവൻ എന്തോ ചെയ്യൂല? ഉപ്പ് വാരി എറിയും, ഉപ്പ് വാരി എറിയാം. ഉപ്പവിടെ, ഉപ്പവിടെ, ഉപ്പവിടെ. ഈശ്വരായിരുന്ന ഉപ്പെല്ലാം ജാമെല്ലാം കഴിച്ചെന്നാണ് തോന്നണ. ഉപ്പ് കണ്ടില്ല. അതാരി ഈ നേരത്ത് തേങ്ങ ഇരുന്ന് വെട്ടണ?
അറുമുഖനായിരിക്കും. അറിഞ്ഞ അറുമുഖ കമുക വളച്ച് വടിയായില്ലേ? പിന്നെ ഇതേത് പുയ്മുഖം? വിട്ടു നിന്ന് ഫോണ് അതെ, മഹാദേവ മാമന് വയ്യാതായപ്പോ മാധവ മാമന് ഒരേ ആഗ്രഹം, മന്തി കഴിക്കണോന്ന്. നമ്മള് മഹാദേവ മാമന്റെ കുടുക്ക പൊട്ടിച്ചേ മന്തി കഴിക്കാൻ പോണ്. നിങ്ങൾ എന്തിനു കഴിച്ച്? എന്നെ ഇപ്പൊ കഴിപ്പിക്കും. നീ വെച്ചിട്ട് ഹലോ ഹലോ പോയ വീണ്ടും വെട്ടിടും. നേരെ നോക്കിട്ട് വെട്ടണ പട്ടി. കാരെടുത്തോട് ഇവിടുന്ന് സ്ഥലം വിട. ആരിപ്പോയി അടിച്ച കൈ പിടിച്ചു വെച്ചിരിക്കണം. എനിക്ക് പാട്ട് പാടാതെ എന്നതാ വലിച്ചോട്ട് പോടാ. എനിക്ക് വെരിക്കോസയിലുള്ളതാണ്. വീണ്ടും യുമാരെ ഓഞ്ഞ വീഡിയോ കണ്ടോണ്ടിരിക്കണം. വേറെ പണിയില്ലേ പറഞ്ഞു. ആ കറണ്ട് വന്ന് ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് വേണ്ട എന്തേലും. ഓ കറണ്ട് പോയി. ഡിഗ്രി പൂച്ച ഇറങ്ങി ഓടിക്കോ നീ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അവന്മാരുടെ കുറ്റിച്ചന് വെള്ളച്ചാട്ടവും പോയി കണ്ട് കുഴിമന്തിയും കഴിച്ച് തൂറിക്കിടന്നാ മതിയായിരുന്നു. ഇവര് താക്കോലല്ലേ ഇത്. ഇവിടെ എന്നാ ശരിയാവൂല. നാട് വിടാ. മക്കള് ഭാര്യയൊക്കെ വേറെ കിട്ടുകയും ചെയ്യും. ഈശ്വര, കാറിന്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിൽ അറുമുഖന്റെ സ്റ്റിക്കർ ആരെടുത്ത് ഒട്ടിച്ചിരിക്കണം. എംവിയുടെ തൂക്കത്തേ ഉള്ളൂ എന്റെ. അയ്യോ, മാറ്റി നോക്കാം. ഈശ്വര പോണില്ല. ഓഫായി കിടന്ന ലൈറ്റ് ഓണാക്കിയപ്പോഴേ അവരെ കണ്ട. അപ്പൊ ലൈറ്റ് ഓഫാക്കി നോക്കാം. പോയി പോയി പോയി. തോന്നില്ല, രഘുവിന്റെ തോന്നില്ല. അറുമുഖന്റെ ഓരോ കാര്യങ്ങൾ. തേങ്ങ വെട്ടണ്ടേ അണ്ണാ? ഒരു മിനിറ്റ്, ക്ലാസ് കയറ്റിട്ടോട്ട് നാട്ടുകാർ അല്ലെങ്കിൽ എന്റെ ശബ്ദം പുറത്തേക്കും. നീ കമുക വളച്ച് മരിച്ചതല്ലേടാ ഷമ്മുക. പിന്നെ നീ ഇങ്ങോട്ട് വന്നാ. നിങ്ങക്ക് തേങ്ങ വെട്ടണ്ടേ? പരലോകത്താണെങ്കിൽ തെങ്ങുമില്ല. കൃഷിഭവനീന്ന് 2 മൂടി തെങ്ങ് എന്റെ സ്വന്തം പൈസക്ക് ഞാൻ നിനക്ക് വാങ്ങിച്ചുതരാം. ആ പരലോകത്താ ഭൂലോകത്താ എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ട് നീ എന്റെ ആദായം എടുത്തോ. പോടാ. നിങ്ങൾ എനിക്ക് രാവിലെ വങ്കടക്കറി വെക്കാൻ തേങ്ങ തന്നില്ലല്ല. നിനക്ക് എന്തിനാ വങ്കടക്കറി? ഞാൻ സിൽസില ഹോട്ടലിൽ നിന്ന് കരിമി പൊള്ളിച്ചത് വാങ്ങിച്ചു തരാം. പോരെ? ഇല്ല, നിങ്ങൾ എനിക്ക് 10 ഈശ്വര, 10 ലിറ്റർ ബ്ലഡ് ആയിരിക്കും ചോദിക്കണത്. എടാ നിനക്കറിഞ്ഞൂടെ ഈ രഘുച്ചേട്ടൻ ഷുഗർ പേഷ്യന്റ് ആണെന്നുള്ള കാര്യം? എന്റെ ബ്ലഡ് കുടിച്ച നിനക്ക് ഷുഗർ വരത്തേ ഉള്ളൂ. അയ്യോ, 10 തേങ്ങ പൊതിച്ച് തന്നാ മതി. ഞാൻ പൊക്കോളാം. ഇതറി ഈ നേരത്ത് നിങ്ങൾ അറിഞ്ഞ നമ്മൾ അറുമുഖം മരിച്ചെന്ന്? ഓ തന്നല്ലേ. ഒരു മിനിറ്റ്. അറുമുഖ, നീ മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾ എന്തിനാണ്? ഞാൻ ഇവിടെ മരിച്ചുപോയ അറുമുഖരെ 2 തേങ്ങ പോയിച്ചോണ്ടിരിക്കണം. ചേച്ചി ഞാൻ തന്നെ. ചുമ്മാ ഇടാ. പിന്നെ വിളിക്കാമേ. 2 കൊട്ടത്തേങ്ങ ഉണ്ട്, എടുത്ത് പറക്കിട്ടെ. വേണ്ട, തേങ്ങ എല്ലാം ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നിനക്ക് കിട്ടിയല്ല? കിട്ടി. സന്തോഷായല്ല? എന്നാലും 2 തേങ്ങയ്ക്ക് വേണ്ടി രഘുച്ചേട്ടനെ നീ അടിച്ചളഞ്ഞല്ലടാ. ഞാൻ അടിച്ചിട്ടില്ല. വെള്ളം പറയണം. വിട്ടോ വിട്ടോ കൊണ്ട് നിന്നു. അറുമുഖനെ ഒഴിപ്പിച്ചു വിട്ടപ്പോ ഒരു സമാധാനം കിട്ടി. ഈശ്വര. ഹലോ, പറയടാ സുഖു. അണ്ണാ, നമ്മളെ ലോട്ടറി വിൽക്കണ തള്ള മരിച്ചണ്ണ. എപ്പോഴാ? നമ്മളെ അറുമുഖം മരിച്ച ഒരു അരമണിക്കൂറിന് ശേഷം. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞ. ശരിയടാ. പിന്നെ അറുമുഖനടുത്ത് ചോദിച്ചപ്പോ
അവൻ പറഞ്ഞ് അവനല്ല എന്നെ അടിച്ചേന്ന്. അപ്പൊ എന്നെ അടിച്ചത് ആര്? മക്കളെ ഒരു ലോട്ടറി ഇടാ. ഈ അമ്മാമ്മ വൈകുന്നേരം വരാം. വൈകുന്നേരം വന്നിട്ട് എന്റെ പൈസ ഇല്ലാന്ന്. എങ്കിൽ രാത്രി വരാം. അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ.